ഹലോ ഫ്രണ്ട്സ്, റീസെൻ്റ് ആയിട്ട് നടന്ന ഫയർ ആൻഡ് റെസ്ക്യൂൻ്റെ എക്സാമിന് ചോദിച്ച മാത്സ് ക്വസ്റ്റ്യൻസിൻ്റെ തേർഡ് പാർട്ട് വീഡിയോ ആണിത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ എന്നത് ബിയുടെ മകനാണ്, സി എന്നത് എയുടെ ഭാര്യയാണ്, ഇ എന്നത് സിയുടെ മകളാണ് എങ്കിൽ ബിയുമായി ഇ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഇവിടെ ആദ്യം പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്ന് പറയുന്നത് ബിയുടെ മകനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സി എന്ന് പറയുന്നത് എയുടെ ഭാര്യയാണെന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ സിയുടെയും എയുടെയും മകളാണ് ഇ എന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് ബിയും ഇയും തമ്മിലുള്ള ബന്ധം എന്തെന്നാണ്. എയുടെ അമ്മയോ അച്ഛനോ ആയിരിക്കും എന്തായാലും ബി, അതുകൊണ്ട് തന്നെ ഇ എന്ന് പറയുന്നത് ആരായിരിക്കും? ബിയുടെ കൊച്ചുമകളായിരിക്കും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത സംഖ്യ ഏത്? 10, 18, 45, 109 ഡാഷ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 10ഉം 18ഉം ആയിട്ടുള്ള ഡിഫറൻസ് 8, 18ഉം 45ഉം ആയിട്ടുള്ള ഡിഫറൻസ് 27, 45ഉം 109ഉം ആയിട്ടുള്ള ഡിഫറൻസ് 64. ഈ 8 എന്ന് പറയുന്നത് എന്താണ്? 2ൻ്റെ ക്യൂബാണ്. അതായത് 27 എന്ന് പറയുന്നത് 3ൻ്റെ ക്യൂബാണ്. 64 എന്ന് പറയുന്നത് 4ൻ്റെ ക്യൂബാണ്. ഇനി അടുത്ത് വരുന്നത് 5ൻ്റെ ക്യൂബ്. അപ്പോൾ ഇവിടെ 125ആണ് ഈ 109ൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത്. 125 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 9, 5, 14, 2, 1, 3, 234 ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ബി 234 ഇതിൻ്റെ ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. 2016 ജൂലൈ 29 വെള്ളിയാഴ്ച ദിവസം ജനിച്ച കുഞ്ഞിന് 4 വയസ്സ് പൂർത്തിയായ ജന്മദിനം വരുന്നത് ഏത് ദിവസമായിരിക്കും? 2016 ജൂലൈ 29 ജനിച്ച കുഞ്ഞിന് 4 വയസ്സാവുന്നത് 2020 ജൂലൈ 29 2016 ജൂലൈ 29 വെള്ളിയാഴ്ച എന്ന് തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ ഈ വർഷങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കും, 4. അതിൻ്റെ കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് എത്ര ഫെബ്രുവരി 29 ഉണ്ടെന്ന് നോക്കണം. 2016 എന്ന് പറയുന്നത് ലീപ്പ് ഇയർ ആണ്, പക്ഷേ ജൂലൈ എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി കഴിഞ്ഞിട്ടാണല്ലോ, അപ്പോൾ അത് കൂട്ടണ്ട. 2020 എന്ന് പറയുന്നത് എന്താണ്? അടുത്ത ലീപ്പ് ഇയർ ആണ്, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫെബ്രുവരി 29 വരുന്നുണ്ട്. അപ്പം 4 + 1 5. ഈ ഫ്രൈഡേയുടെ കൂടെ 5 ദിവസം കൂട്ടണം. ഓപ്ഷൻ സി ബുധൻ എന്നുള്ളതാണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ.